ഹലോ, വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന 2 ഇഡ്ഡലി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് തോരപ്പരിപ്പും ഇതുപോലെ മൂങ് ദാലും ആണ്. അപ്പോൾ അത് രണ്ടും ഒരേപോലെ തന്നെ 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് അതൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു സ്പെഷ്യൽ മസാലയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്, ഉഴുന്ന പരിപ്പ് 1/2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്, പിന്നെ മുഴുവൻ മല്ലിയാണ് 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുള്ളത്, 1/2 ടേബിൾ സ്പൂണോളം ജീരകം, 1/4 ടീസ്പൂണോളം ഉലുവ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും ഒന്ന് റോസ്റ്റാക്കി എടുക്കാനായിട്ട് അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള മസാലാസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് 6 വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 കപ്പോളം ചിരിയ തേങ്ങയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പത്തോട്ട് വേറൊരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. അതിലേക്ക് കുറച്ച് കടുകും 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ 2 വറ്റൽ മുളകും കുറച്ച് കായത്തിൻ്റെ പൊടിയും 7-8 കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പോളം ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു ചെറിയൊരു പീസ് മുരിങ്ങക്കായ, അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അളവിൽ ബീൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾസ് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനാവശ്യത്തിനുള്ള പുളിവെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം എരിവും ഉപ്പും എല്ലാം ബാലൻസ് ആക്കാനായിട്ട് ഞാൻ കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലാസ് ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ വെജിറ്റബിൾസും കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം പാകത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. കൂടെ തന്നെ കുറച്ചധികം മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ അടിപൊളി ഹോട്ടൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ രാവിലെ ഇഡ്ഡലിക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇഡ്ഡലിക്ക് മാത്രമല്ല, പൊങ്കലിനും റൈസിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി വേറൊരു തരത്തിലുള്ള ടിഫിൻ സാമ്പാറാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം ഞാൻ കാണിച്ചിട്ടുള്ള സാമ്പാറിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ഒരാവശ്യം തന്നെ ഈ ഒരു സാമ്പാറിനില്ല. ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകി ഡ്രെയിൻ ചെയ്ത് കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും 2 തക്കാളിയും 1 സവാളയും 2 അല്ലി വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി അടുപ്പത്തോട്ടൊരു ചട്ടിയോ പാത്രമോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 നുള്ളു ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 10-15 ചെറിയുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ 4 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ ചേർന്ന ആ ഒരു മിക്സാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കായം കൂടി ചേർത്ത് കൊടുക്കുക. കായം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് നിന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ല ലൂസായിട്ടിരിക്കുന്ന സാമ്പാറാണ്. ഇനി ഈ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള
പുളിവെള്ളമാണ് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിനുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം ആ വെള്ളമാണ് പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളത്. പുളിവെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു കൈ പിടിയോളം മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 2 തരത്തിലുള്ള സാമ്പാർ ഇന്നിവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ.